Good morning. നമ്മളെടുക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആണ്. This section deals with the organization and execution of the large-scale sample survey. A proper planning is essential before an inquiry is conducted. Planning must precede execution. The several stages of a survey, starting from planning and ending with writing of the final reports, are considered under two major heads. അപ്പോൾ രണ്ട് മേജർ ഹെഡ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേൻ്റെ ഓർഗനൈസേഷൻ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ് ഓഫ് ദ സർവേ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ദ സർവേ ആണ്. അപ്പോൾ പ്ലാനിങ് ഓഫ് ദ സർവേ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സർവേനെ പറ്റിയിട്ടുള്ള ഫുൾ പ്ലാനിങ് ആണ് ഫസ്റ്റ് ഇതിൽ നടത്തുന്നത്. എക്സിക്യൂഷൻ ഓഫ് ദ സർവേ എന്ന് പറയുമ്പോൾ ഈ പ്ലാൻ ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാനിങ്ങിൽ നമ്മൾ പറയുന്നത് ഒരു 8 സ്റ്റെപ്സ് ഉണ്ട്, അല്ല 9 സ്റ്റെപ്സ് ഉണ്ട്. ഈ 9 സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രിൻസിപ്പൽ സ്റ്റെപ്സ് ഫോർ എ സാമ്പിൾ സർവേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതൊരു 9 ഹെഡ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹെഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേർപ്പസ് ഓഫ് ദ സർവേ, സെക്കൻഡ് വൺ സ്കോപ്പ് ഓഫ് ദ സർവേ, പിന്നെ നേച്ചർ ഓഫ് ഇൻഫർമേഷൻ റിക്വയർഡ്, ഫോർത്ത് വൺ യൂണിറ്റ്സ് ടു ബി യൂസ്, ഫിഫ്ത്ത് വൺ സോഴ്സസ് ഓഫ് ഡാറ്റ, സിക്സ്ത് വൺ ടെക്നിക്സ് ടു ബി അഡോപ്റ്റഡ്, സെവൻത്ത് വൺ ചോയ്സ് ഓഫ് ഫ്രെയിം, എയ്ത്ത് വൺ എക്യുറസി എയിംഡ് ആൻഡ് നയൻത്ത് വൺ അതർ കൺസിഡറേഷൻ. അപ്പോൾ ഇത്രയും 9 ഹെഡ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ഓഫ് ദ സർവേ പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സർവേ എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ളത് പ്ലാൻ ചെയ്യലാണ്. അപ്പോൾ ഫസ്റ്റത്തെ പേർപ്പസ് ഓഫ് ദ സർവേയിൽ നമ്മൾ സർവേൻ്റെ പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ്. പിന്നെ സ്കോപ്പ് ഓഫ് ദ സർവേ എന്ന് പറയുമ്പോൾ ഇതിലെന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, എന്താണ് ഇതിൻ്റെ അനിവാര്യത എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ഇൻഫർമേഷൻ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്താണ്, സാമ്പിളിംഗ് ഫ്രെയിം എന്താണെന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്യലാണ് ഈ പ്ലാനിങ് ഓഫ് ദ സർവേയിലുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പ്ലാനിങ് ഓഫ് ദ സർവേയിൽ ഉള്ളത്. പിന്നെ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സിക്യൂഷൻ ഓഫ് ദ സർവേ ആണ്. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. The plan of any survey is to be followed by proper execution of the survey. The various phases are as follows. അപ്പോൾ ഒരു സർവേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കുറച്ച് ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ ഡിസൈനിങ് ഓഫ് ഫോംസ്. തേർഡ് വൺ സെലക്ടിങ്, training and supervising the field investigators. Fourth one, controlling the accuracy of the field work. Fifth one, reducing non-response. Sixth one, presenting the information. Seventh one, analyzing the information. And last one, preparing the reports. ഇതാണ് 8 phases ആയിട്ടാണ് എക്സിക്യൂഷൻ വരുന്നത്. ഫസ്റ്റ് വൺ, സെറ്റിംഗ് അപ്പ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. Depending on the nature and the scope of survey, the existing administrative organization is to be utilized or a new one is to be set up. അപ്പോൾ നമ്മൾ സർവേൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നേച്ചറിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യാം. ഇഫ് ദ സർവേ കവേഴ്സ് എ ലാർജ് ഏരിയ, റീജിയണൽ ഓഫീസേഴ്സ് ആർ ടു ബി സെറ്റപ്പ്. അപ്പോൾ നമ്മൾ സർവേ എന്ന് പറയുന്നത് കുറച്ച് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള സർവേ ആണെങ്കിൽ കുറച്ചും കൂടി റീജിയണൽ ഓഫീസേഴ്സൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. എ സെൻട്രൽ ഓഫീസ് ഈസ് ടു ബി ഇൻ ചാർജ് ഓഫ് കളക്ടിങ് ഓൾ ദ ഇൻഫർമേഷൻ ഫ്രം ദ റീജിയണൽ ഓഫീസേഴ്സ്. അപ്പോൾ ലാർജ് സ്കെയിലാണെങ്കിൽ റീജിയണൽ ഓഫീസേഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റീജിയണൽ ഓഫീസേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെൻട്രൽ ഓഫീസും കൂടി വേണം. അതാണ് സെറ്റിംഗ് അപ്പ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷനിൽ പറയുന്നത്. സെക്കൻഡ് വൺ, ഡിസൈനിങ് ഓഫ് ഫോംസ്. Questionnaires or schedules or other forms necessary for collecting the information are to be carefully prepared. അപ്പോൾ സെക്കൻഡ് വണ്ണിൽ ഡിസൈനിങ് ഓഫ് ഫോം ആണ്. അതിൽ പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനെയർ ആണോ അല്ലെങ്കിൽ ഷെഡ്യൂളാണോ എന്താണ് ആക്കണമെന്ന് വെച്ചാൽ, എന്ത് ഇത് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. തേർഡ് വൺ, സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് സൂപ്പർവൈസിങ് ദ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. നമ്മൾ ഇത് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്യൂമറേറ്റേഴ്സിനെ സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കലാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഈസ് സെലക്ടിങ് എ പ്രോപ്പർ പേഴ്സണൽ ഫോർ ഫീൽഡ് വർക്ക്. കാരണം ഫീൽഡ് വർക്കിലേക്കാണല്ലോ പോണത്. സർവേ എന്ന് വെച്ചാൽ ഫീൽഡ് വർക്കാണ്. അപ്പോൾ അതിലേക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യണം.
ഇംപാർട്ടിങ് യൂണിഫോം ട്രെയിനിങ് ആൻഡ് സൂപ്പർവൈസിങ് ദ ഫീൽഡ് വർക്ക് ക്ലോസ്ലി. അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ എന്നുള്ളതൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. ഫീൽഡ് വർക്ക് വിൽ മേക്ക് or mar the survey a success. If necessary, a preliminary test is to be conducted for the selection of proper personnel. Their pay and other facilities should be encouraging. അപ്പോൾ നമ്മൾ ഒരു സർവേ നടത്തണമെങ്കിൽ നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം. അവർക്ക് കറക്റ്റ് ട്രെയിനിങ് കൊടുക്കണം. അവർ ചെയ്യുന്ന വർക്കൊക്കെ നല്ല ഇതിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രിലിമിനറി ടെസ്റ്റ്, പൈലറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ കറക്റ്റ് സമയത്ത് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു എൻകറേജിങ്ങും ആയിരിക്കും. വൺ ഓർ മോർ ട്രെയിനിങ് കോഴ്സസ് ആർ ടു ബി കണ്ടക്റ്റഡ്. ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ട്രെയിനിങ് കോഴ്സസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ട്രെയിനിങ് കൊടുക്കുന്നോ അത് അത്രമാത്രം അവർ ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദ വർക്ക്സ് ഓഫ് ദ ന്യൂലി റിക്രൂട്ടഡ് പേഴ്സണൽസ് ആർ ടു ബി കെയർഫുള്ളി വാച്ച്ഡ്. For large scale survey, a supervisor for every few investigator is to be appointed. അപ്പം ഒരു ലാർജ് സ്കെയിൽ സർവേ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സൂപ്പർവൈസേഴ്സും കൂടി ആവശ്യമുണ്ടാവും. അതൊക്കെയാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും അവരെ വർക്കൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് തേർഡ് വണ്ണിൽ പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കൺട്രോളിങ് ദ എക്യുറസി ഓഫ് ദ ഫീൽഡ് വർക്കിൽ എത്രമാത്രം എക്യുറസി ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കലാണ്. Accuracy is the most important aspect. Close watch on the progress of the work helps to identify the problems and necessary changes are to be made. അപ്പോൾ എക്യുറസി എന്ന് പറയുന്നതാണ് ഏതൊരു സർവേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഡാറ്റ കിട്ടുമ്പോൾ അത് എക്യുറേറ്റ് ആയിരിക്കണം, എന്നാലല്ലേ നമ്മൾ സർവേ ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും. പീരിയോഡിക്കൽ ആൻഡ് സാമ്പിൾ ചെക്സ് ആർ ഓൾസോ യൂസ്ഫുൾ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നുള്ളതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് റിഡ്യൂസിങ് നോൺ റെസ്പോൺസസ്. അപ്പോൾ നമുക്കറിയാം ഒരു സർവേക്ക് നമ്മൾ പോയതാണെങ്കിൽ നമുക്ക് നോൺ റെസ്പോൺസസ് എന്നുള്ള കാര്യങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ നോൺ റെസ്പോൺസസ് റിഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം. Whenever there is lack of response, steps are to be taken to collect the information. അപ്പോൾ അങ്ങനത്തെ ഒരു കേസസ് വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളതാണ്. There may be a kind and so failure to collect that information will cause the loss of representative character of the information collector. അപ്പോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോൺ റെസ്പോൺസ് ഉള്ളത് മാക്സിമം റിഡ്യൂസ് ചെയ്യാൻ നോക്കണം. എന്നാലേ നമുക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഡാറ്റ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവായുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോൺ റെസ്പോൺസസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. Presenting information. The collected information are to be presented in readily understandable form. That is, they are to be classified and presented in statistical tables, diagrams and graph. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അതൊരു ടേബിൾ യൂസ് ചെയ്തിട്ടോ ഗ്രാഫ് യൂസ് ചെയ്തിട്ടോ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സെവൻത്ത് വൺ എക്സിക്യൂഷനിലുള്ള സെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് അനലൈസിങ് ദ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്താന്നുള്ളതാണ്. ദ പേർപ്പസ് ഓഫ് ദ സർവേ ഇസ് ടു അച്ചീവ് അറ്റ് ദിസ് സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പേർപ്പസ് അച്ചീവ് ചെയ്യുന്നത്. ദ കളക്റ്റഡ് ഡാറ്റ ആർ കെയർഫുള്ളി അനലൈസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റിനൊക്കെ നല്ലോണം അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയറിങ് ദ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ അനലൈസ് ചെയ്ത ഒരു കൺക്ലൂഷനിലൊക്കെ എത്തും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട്സ് ഉണ്ടാക്കലാണ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദ ഫൈനൽ stage is the preparation of the reports of the survey. The reports show the purpose of the survey, the personnel involved, the time and the mode of collection of information,
the accuracy, the nature, the coverage and the sources of information etc. അപ്പോൾ ഈ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതാണ് നമ്മളെ ഫൈനലായിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ നമ്മളെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് പറയുന്ന കൂട്ടി തന്നെ നമ്മളെ പേർപ്പസ് എന്തായിരുന്നു, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, കളക്ഷൻ മെത്തേഡ്സ് എന്തൊക്കെ, സാമ്പിൾ കളക്ഷൻ അല്ല ഡാറ്റ കളക്ഷൻ എന്നുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിന് കൺസ്യൂം ചെയ്ത ടൈം കൺസ്യൂമിങ് എത്ര ആയിരുന്നു, അതിൻ്റെ അക്യുറസി എത്ര ആണ്, നമ്മളെ ഡാറ്റൻ്റെ നേച്ചർ എന്തായിരുന്നു, എല്ലാ ഇൻഫർമേഷൻസും ആ റിപ്പോർട്ട്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ സർവേനും, പ്ലാനിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതിനും 11 പോയിൻറ്റ്സിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മേജർ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് അതാണ് പ്ലാനിങ് ഓഫ് ദ സർവേയിൽ വരുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ ഏതൊരു സർവേ ചെയ്യുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഉണ്ടാവണം. ആ പേർപ്പസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, പിന്നെ നമ്മൾ യൂണിറ്റ്സ് ഏതൊക്കെ യൂണിറ്റ്സ് യൂസ് ചെയ്യണം, ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യണം, നമ്മളെ അക്യുറസി ലെവൽ എന്താണ്, ആ എല്ലാ കാര്യങ്ങളും നമ്മളെ പേർപ്പസിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് എക്സിക്യൂഷൻ ഓഫ് ദ സർവേ എന്നുള്ളത്. അപ്പോൾ ഈ എക്സിക്യൂഷൻ ഓഫ് ദ സർവേനെ നമുക്ക് 8 ഹെഡ്സിലാക്കി ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ ചെയ്ത കാര്യത്തിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ സർവേ എന്ന് പറയുന്ന ഒരു ലാർജ് സ്കെയിലാണെങ്കിൽ അതിന് അനുസരിച്ച് നമുക്ക് റീജിയണൽ ഓഫീസസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ റീജിയണൽ ഓഫീസിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെൻട്രൽ ഓഫീസും സെറ്റപ്പ് ചെയ്യണം. അതൊക്കെയാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മളെ ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്യണം. നമ്മളെ ഡാറ്റ എങ്ങനത്തെ ടൈപ്പ് ഡാറ്റയാണ്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഷെഡ്യൂളാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഉണ്ടാക്കുക. പിന്നെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള എന്യൂമറേറ്റേഴ്സിനെ സിലക്ട് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും, അതേപോലെ അവർ ഫീൽഡ് വർക്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നല്ലോണം സൂപ്പർവൈസ് ചെയ്യും. അങ്ങനെ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. പിന്നെ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എത്രയാണ് നമ്മൾ അക്യുറസി എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫീൽഡ് വർക്കിൽ അവർ അക്യുറസി എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കുക, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറഞ്ഞാൽ നോൺ റെസ്പോൺസസ് ഒക്കെ നമ്മൾ റിഡ്യൂസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ നോൺ റെസ്പോൺസസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസോ ഡയഗ്രാംസോ ഗ്രാഫ്സോ ഒക്കെ യൂസ് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ പ്രസൻറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ അനലൈസ് ചെയ്യാമെന്നാണ്. നമ്മളെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ അനലൈസ് ചെയ്യണം. അതാണ് 7th സ്റ്റെപ്പിൽ വരുന്നത്. ഇതൊരു മേജർ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം. നമ്മളെ പേർപ്പസിനനുസരിച്ചിട്ട് തന്നെയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നുള്ളത് നല്ലോണം നോക്കണം. പിന്നെ ലാസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇത് അനലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തിക്കണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഇതിലെന്തായാലും നമ്മളെ ഒബ്ജക്റ്റീവ്, നമ്മൾ ടൈം കൺസ്യൂം ചെയ്തത് എത്രയാണ്, നമ്മളെ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് എത്രയാണ്, ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്ത മെഷേഴ്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഈ റിപ്പോർട്ട്സിൽ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ എസ്റ്റിമേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.